ഈദിന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സ്റ്റൈലിഷ് ആയിട്ട് തിളങ്ങാൻ പറ്റിയ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുറേ പേര് ഡ്രസ്സൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എടുക്കാത്തവർ ഇനി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പേസ്റ്റൽ കളേഴ്സ് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിലുള്ള ഒന്നാണ് പേസ്റ്റൽ കളേഴ്സ്. അപ്പം ബ്രൈറ്റ് കളേഴ്സൊക്കെ ഒന്ന് വിട്ടുപിടിച്ചിട്ട് പേസ്റ്റൽ കളേഴ്സിലോട്ട് മാറുക. അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ലുക്കൊക്കെ കൊണ്ടുവരാനായിട്ട് ഒക്കും. ജ്വല്ലറീസിൻ്റെ പാർട്ട് വരുമ്പോൾ ഇയറിങ്സ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് ആയിട്ടുള്ള ഇയറിംഗ് നോക്കി സെലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ ഒരു ജുംക്ക അല്ലെങ്കിൽ ചാന്ദ് ബാലി അങ്ങനത്തെ ടൈപ്പ് ഇയറിങ്സ് സെലക്ട് ചെയ്യുക. പിന്നെ കയ്യിൽ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബാംഗിൾസോ വെച്ച് സ്റ്റൈൽ ചെയ്യുക. ആക്സസറീസ് എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തവണ ഡ്രസ്സ് എടുക്കുമ്പം അതിനോട് ഏകദേശം മാച്ചായി വരുന്ന ഒരു ബാഗ്, അതായത് ഒരു ക്ലച്ച് ബാഗോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ കയ്യിലൊന്ന് ക്യാരി ചെയ്യുക. അത് നമ്മളെ ലുക്കിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ബാഗിൻ്റെ കാര്യം മറക്കണ്ട. കൂടുതൽ പേരും ദുപ്പട്ട തലയിലായിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്കൊരു ലോ ബൺ ഹെയർ സ്റ്റൈൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കേൾ ആയിട്ടുള്ള ഓപ്പൺ ഹെയർ സ്റ്റൈൽ കൊടുക്കാം. അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നാട്ടിൽ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് സിമ്പിൾ ആൻഡ് ഗ്ലോയി ആയിട്ടുള്ള ഒരു മേക്കപ്പ് കൊടുക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് എല്ലാവരും വിട്ടുപോകുന്ന ഒരു പാർട്ടാണ് ഫുഡ് വെയർ. അത് നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇത്തവണ എന്തായാലും നമ്മൾ ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഔട്ട്ഫിറ്റിന് മാച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് വെയർ കൂടെ വാങ്ങി വെക്കുക. നമ്മൾ ഹീൽസ് ഉള്ളതോ അല്ലെങ്കിൽ ഹീൽസ് ഇല്ലാത്തതോ അതെങ്ങനത്തെ ആയാലും നമ്മൾ ഔട്ട്ഫിറ്റുമായിട്ട് ഏകദേശം മാച്ചായി പോകുന്ന ഒരു ഫുഡ് വെയർ സെലക്ട് ചെയ്ത് നോക്കി വാങ്ങുക.